നടക്കണണ്ട പട്ടിയോ പൂച്ചയോ പോലെ ഇരിക്കുന്നല്ലേ. അയ്യോ, എനിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമില്ല, സെറ്റാണ് കേട്ടോ. ഒന്നും ചെയ്യല്ലേ. ഗോൾഡ് മാക്സിമം അതിൻ്റെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഒന്ന് റിജക്ഷൻ അടിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ പോകണം. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇനി രാവിലെ പോകുമ്പോൾ ഇതിൻ്റെ താഴെ പോയിട്ട് മേളിൽ കയറും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 2 തട്ട് കെട്ടി മേളും. യെസ്, ഇതിലേതെങ്കിലും നടക്കുകയുള്ളൂ. കാരണം ഇവിടെ നിന്നൊന്നും പറയാൻ പറ്റൂല, കാരണം നല്ല അടിപൊളി പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒന്നും പറയാൻ പറ്റൂല. അവിടെ നിന്ന് ആ പൊസിഷനിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ നല്ല നല്ല സ്ട്രെങ്ത് കാണിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും രാവിലെ എടുത്തിട്ടെങ്കിൽ സെല്ല് അടിയും. അങ്ങനെ അടിക്കാനും ചാൻസ് ഇല്ല, കാരണം ആൾറെഡി താഴെ വീണിട്ടുണ്ട് ചെറുതായിട്ട്. എന്ത് സംഭവിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. നാളെ കാണാൻ പറയാ, കാരണം അങ്ങനത്തെ പോയിന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഗൈസ്, മൂവ്മെന്റ് ചെയ്താൽ അറിയാൻ പറ്റും. ലൈറ്റൊക്കെ ഓണാക്കി ഇട്ടിറങ്ങാണ് കേട്ടോ. ടൈം സൺസെറ്റ് കാണാൻ കൊള്ളാം കേട്ടോ. കണ്ടല്ലോ അടിപൊളിയല്ല. സൺസെറ്റ് കാണാൻ അടിപൊളിയാണ്, പക്ഷെ ഫോൺ അത്ര ക്യാപ്ചർ ചെയ്യുന്നില്ല, കപ്പാസിറ്റി പോരാ. ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങി കേട്ടോ. ഇങ്ങനെ കുറച്ചു ദൂരം ഓടുമ്പം തന്നെ ഈ ഫുട്ബോൾ കളിക്കുന്നവർ എക്സ്പ്രസ് പിടിക്കും പോലെ പിടിക്കും, പക്ഷെ അത്ര സ്റ്റാമിന പോലും നമുക്കൊരു എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉള്ള ജനറേഷൻ എനിക്ക് തോന്നണില്ല ഓടാൻ പറ്റുമെന്ന് തോന്നണില്ല. ഒരു 50 എണ്ണത്തിൽ ഒരുത്തന്നെ 2 എണ്ണത്തിന് ഓടാം, നീ വേറെ ആർക്കും ഓടാൻ പറ്റുമെന്ന് തോന്നണില്ല. അതിനി എൻ്റെ കാര്യം മാത്രമാണോ? ഞാനൊക്കെ കുറച്ചു ദൂരം ഓടുമ്പോൾ തന്നെ ചക്രശ്വാസം വിളിക്കുന്നു, ഒട്ടും ആരോഗ്യമില്ലാത്ത പോലെ. എനിക്കിപ്പോഴാണ് ഫീൽ ആവണം നമുക്കൊന്നും ആരോഗ്യമില്ല. നമുക്കല്ല, എനിക്ക് ആരോഗ്യം സ്ട്രെങ്ത് കുറവ് പോലെ. പണ്ടായിരിക്കുന്ന എനിക്ക് ഭയങ്കര സ്ട്രെങ്ത് ഒന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓടാൻ തുടങ്ങിയതിന് ശേഷം വിചാരിക്കുന്ന എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു. ഒരു 5 മിനിറ്റൊക്കെ ഓടുമ്പോൾ തന്നെ കിതക്കാണ്. കാശ് കുളിക്കേണ്ട പരിപാടി നോക്കട്ടെ, തിളങ്ങണല്ലേ. കഴിക്കട്ടെ. ഇനി ഈ ചെടി ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കണം കേട്ടോ. നേരെ ഡ്യൂട്ടി കയറണം കേട്ടോ. ടൈം കോർഡിനേഷൻ്റെ കൂടെ കുഴപ്പമില്ല, കമ്പ്യൂട്ടർ ബേസ് വേറെ കുഴപ്പമില്ല, എല്ലാം സെറ്റാണ് കേട്ടോ. വേറെ കുഴപ്പമില്ല, എല്ലാം ഓക്കെ. ഞാൻ ആദ്യം മേളിലും പോയി, രണ്ടാമത്തെ താഴെയും വന്നിട്ടുണ്ട്. ആ റിജക്ഷൻ കഴിഞ്ഞു കേട്ടോ. അത് ഈ രണ്ടാമത് വന്നത് നല്ല റിജക്ഷൻ വന്നിട്ടുണ്ട് കണ്ട. കാരണം ഇത്ര എടുക്കുമായിരുന്നു, 1 2 തിരിച്ചു പോയ 3. ഇത് നോക്കണ്ട, ഇത് നല്ലൊരു ട്രേഡ് ആയിരുന്നു കേട്ടോ. ഒരു ട്രേഡൊക്കെ ഇരുന്ന കേട്ടോ. ഇനി അനാലിസിസും കമ്പ്യൂട്ടറും എല്ലാം ചെക്ക് ചെയ്യണം. അതെ, ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഞാൻ പടം വരച്ച് പിറകിലോട്ട് പോകണമെന്ന് തോന്നുന്നു. പടം വരയ്ക്കുമ്പോൾ മുന്നേറാൻ വേണ്ടി വരയ്ക്കണം, ഞാൻ പിറകിലോട്ട് പോകാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത്. ക്രേസി മാൻ ക്രേസി ഇത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിയുമ്പം സെല്ലും, ഇതിൻ്റെ മേലെ ക്ലോസ് ചെയ്ത് ബൈ. അതിൻ്റെ ഒരു പ്ലാൻ നോക്കട്ടെ. അങ്ങനെയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് മാർക്ക് സെറ്റ് ആയിട്ട്. റൈഡിൻ്റെ 70% എക്സൈറ്റ് കംപ്ലീറ്റ് ആയിരുന്നു ഗൈസ്. ഒന്നും പറയാനില്ല, സൂപ്പർ ട്രേഡായിരുന്നു. സൂപ്പർ ട്രേഡ് കംപ്ലീറ്റ്. മഴ പൊടിയാണ്, ലേറ്റായിപ്പോയി. എൻ്റെ തുണിയെല്ലാം കിടക്കുകയാണ് അവിടെ. കുഴപ്പമില്ല, അടക്കിട്ട്. നല്ല മഴ പൊടിയാണ് കേട്ടോ, നല്ല കാറ്റ് കൊണ്ട്. കോർണേഷൻ്റെ ഇവിടെ കുഴപ്പമില്ല, പറഞ്ഞുണ്ടല്ലോ. ബേസ് വേറെ കുഴപ്പമില്ല, സെറ്റാണ് കേട്ടോ. ഞാൻ അടുത്ത് അനാലിസിസ് കൊടുക്കാൻ നോക്കിയത് റെഡി ബേസായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു പിടിയില്ല, നോക്കാം. ട്രേഡ് സമയമായിട്ടില്ല,
സൈഡ് ബൈസ് നിൽക്കുന്നേ ഉള്ളൂ, നല്ലത് വരുമ്പോൾ എടുക്കാം. പിന്നെ അടുത്തുള്ള പരിപാടി അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഉണ്ട്, ഒരെണ്ണമുണ്ട്, സൈഫുണ്ട്, കുറച്ചും കൂടെ വേണ്ട ചെയ്യണം. പിന്നെ എഡിറ്റിങ്, വേറെ പരിപാടിയൊന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.